പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാറൂഖാണ്, ഫാറൂഖ് വ്ളോഗ്സ് നിന്ന് മദീനയിലാണ് കേട്ടോ ഉള്ളത്. മദീനയിലെ ചില ചരിത്ര സ്ഥലങ്ങളിൽ സിയാറത്തിലാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് റമദാൻ മാസമാണ് വരുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ വീഡിയോയിലൂടെ ചെറിയൊരു സംരംഭം നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. തജ്വീദോടുകൂടി ഖുർആൻ പാരായണം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പുണ്യമുള്ളൊരു കാര്യമാണല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ്. റമദാൻ മാസത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് ഒരു അരമുക്കാൽ മണിക്കൂർ, സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾക്ക് സ്ത്രീകളായിട്ടുള്ള അധ്യാപികമാരും പുരുഷന്മാരാണെങ്കിൽ പുരുഷന്മാരായിട്ടുള്ള അധ്യാപകന്മാരും ക്ലാസ് എടുക്കുന്ന ബാബുൽ ഇൽമ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംരംഭത്താണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ എന്തായാലും സ്ക്രീനിൽ ഇവിടെ കൊടുക്കാം. നിങ്ങൾ അവരെ വിളിച്ചിട്ട് സംസാരിക്കുക. അപ്പോൾ ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. അപ്പോൾ റമദാൻ മാസത്തിൽ ഒരുപാട് ഫ്രീ ടൈം കിട്ടും നമുക്ക്. അപ്പം അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്തായാലും റമദാനെ വരവേൽക്കുകയാണ് നമ്മൾ. ഞാനിപ്പോൾ ഉള്ളത് മദീനയിൽ ഖിബിലത്തൈൻ എന്ന് പറഞ്ഞുള്ള പള്ളിയിലാണ് കേട്ടോ. 2 ഖിബില ഉള്ള പള്ളിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ 2 ഖിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിരുന്ന ഒരു പള്ളിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ബാക്കിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നല്ല ജൂതന്മാരൊക്കെ ഏറ്റവും കൂടുതൽ വിലസീർന്ന ഒരു പട്ടണമാണ് മദീന പട്ടണം എന്ന് പറഞ്ഞാൽ. ഇസ്ലാമിലേക്ക് കടന്നു വരാതെ എന്ന് വെച്ചാൽ നബിതങ്ങൾ ദീനീ പ്രബോധനം നടത്തി ആളുകൾ ഇങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഒരുപാട് ജൂതന്മാരൊക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ് മദീന. അങ്ങനെ ഇവരൊക്കെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് അന്നും ഖിബിലയായിട്ട് കഅബ ഉണ്ട്, പക്ഷേ ബൈത്തുൽ മുഖദ്ദസും ഉണ്ട്. അപ്പം നബിതങ്ങൾ ഈ ജൂതന്മാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടും ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്ന് ഓർഡർ കിട്ടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രോഗിയായിട്ടുള്ള ഒരു സഹാബിയെ ഇങ്ങോട്ട് സന്ദർശിക്കാൻ വരികയും അങ്ങനെ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്ത് നബി തങ്ങൾക്ക് വഹി ഇറങ്ങി ഇനി 2 റക്അത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കണമെന്ന്. അങ്ങനെ നബി തങ്ങൾ 2 ഖിബിലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചിട്ടുള്ള ഒരു പള്ളിയാണ് മസ്ജിദുൽ ഖിബിലത്തൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മദീന ഹറമിൻ്റെ അടുത്തുനിന്ന് കുറഞ്ഞ ദൂരമേ ഉള്ളൂ ഇങ്ങോട്ട്. സിയാറത്തിന് നമുക്കിവിടെ കുറഞ്ഞ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ മലയാളീസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് സിയാറത്തിന് കിട്ടും. ഞാൻ എന്തായാലും സിയാറത്തിന് വരുന്നവർക്കൊക്കെ ഹെൽപ്പ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ മദീനത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഷെയർ ടാക്സി ഒക്കെ ഇട്ട് പോവുകയാണെങ്കിൽ നല്ല റേറ്റ് കൊടുക്കണം. പക്ഷേ മലയാളത്തിൽ നിങ്ങൾക്ക് ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും ഓരോ സ്ഥലം പോകുന്ന സമയത്തും. അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു കോൺടാക്റ്റ് താഴെ കൊടുക്കാം. മസ്ജിദുൽ ഖിബിലത്തൈൻ നമുക്ക് എന്തായാലും അകത്തേക്ക് കയറിയിട്ട് ബാക്കി കാണാം. വലിയൊരു പള്ളിയാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 ഖിബിലയിലേക്ക് തിരിഞ്ഞ് നമുക്കിതിനകത്ത് കയറി കഴിഞ്ഞാൽ 2 മിഹ്റാബും കാണാൻ പറ്റും കേട്ടോ. എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് അകത്ത് ചെന്നിട്ട് കാണാം. ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. നോക്ക് നിങ്ങൾ, ഇതൊക്കെ ഉംറക്കാരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ മക്ക മദീന സിയാറത്തിന് വന്ന ആളുകളാണ്. എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ, ഒരുപാട് ആൾക്കാർക്ക് ഇത് കാണാനും ഇവിടെ വരാനും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനൊന്നും വരാൻ പറ്റാത്ത ആളുകൾക്ക് എന്തായാലും വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോട് കൂടെ തന്നെ അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു ലൈക്ക് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് വീഡിയോ സജസ്റ്റ് ചെയ്യും, അതിനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പള്ളിയുടെ അകത്തേക്ക് കയറാണ്. മെയിൻസ് എൻട്രൻസ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. പുരുഷന്മാരുടെ നമുക്ക് എന്തായാലും പള്ളീൻ്റെ അകത്ത് കയറിയിട്ട് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാം. എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് അകത്തെത്തിയിട്ട് കാണാം. ഇവിടുത്തെ അധിക പള്ളികളിലും അണ്ടർഗ്രൗണ്ടിലായിരിക്കും കേട്ടോ ടോയ്ലറ്റ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് കയറിയിട്ടാണ് ഈ പള്ളിയിലേക്ക് എത്തുന്നത്. നമുക്ക് ഒരു ഈത്തപ്പനയുടെ മരമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അവിടെ. പള്ളിയുടെ വികസന പരിപാടി നടക്കുന്നുണ്ട്. ഇതൊരു ഖബർസ്ഥാനാണെന്നാണ് തോന്നുന്നത് സ്ഥലം കണ്ടിട്ട് കേട്ടോ. ഈ കൂടുതൽ അറിയൂല, ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ പള്ളിയുടെ വികസന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടു മെൻസ് പ്രെയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡ് ഉണ്ട്. നമ്മൾ ഖിബിലത്തൈൻ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ അങ്ങനെയാണ് കേട്ടോ. കുടിവെള്ളത്തിൻ്റെ ടാപ്പൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. നോക്ക്,
നമ്മൾ 2 കിബില എന്ന് പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ നമസ്കരിക്കുന്നത് കഅബയിലേക്കാണ്. കഅബയാണ് കിബില. ആദ്യകാലത്ത് ഞാൻ പറഞ്ഞ ഒരു ചരിത്രം ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞ് നമസ്കരിച്ചത് ഈ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ. ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള കിബിലയുടെ ഡയറക്ഷൻ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ തിരിച്ചിറങ്ങാം കേട്ടോ. മദീന സിറ്റി ടൂറ്, മദീനത്തുള്ള ഒരുപാട് മോണമെന്റ്സിലേക്ക് ടൂറ്, ചെറിയ സിറ്റി ടൂർ അടിക്കുന്ന ബസ് ഉണ്ട് കേട്ടോ. അതാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്നത്. ഈ ഒരു ബസ്സിന് ഏകദേശം 80-100 റിയാലിൻ്റെ അകത്താണ് ചാർജ് വരുന്നത്. നമ്മൾ ഈ ഒരു ബസ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 24 അവർ നമുക്ക് ടിക്കറ്റ് യൂസ് ചെയ്യാം. ഈ ബസ് എവിടെ കണ്ടാലും നമുക്ക് അതിൽ കയറിയിട്ട് നമുക്ക് സിറ്റി ടൂർ അടിക്കാം. ഒരു ദിവസത്തേക്കാണ് ചാർജ് വരുന്നത്. ഏകദേശം 84 റിയാൽ 90 റിയാലാണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കയറുന്ന സമയത്ത് ടിക്കറ്റും കാര്യങ്ങളും ചെക്ക് ചെയ്യും. എന്തായാലും ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് നമ്മൾ ഈ സാധനം യൂസ് ചെയ്യാഞ്ഞത്. ഞാൻ അതിന് മുമ്പ് വീഡിയോയിലൊന്നും പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്നൊരു സംഭവം ഇതാണ് മദീന സിറ്റി ടൂർ ബസ് കേട്ടോ. പുതുതായിട്ട് വന്നതാണ്. സിറ്റി സൈറ്റ് സീയിങ് അൽ മദീന എന്ന് പറഞ്ഞിട്ടുള്ള ബസ്സാണ് കേട്ടോ. കാണാൻ പറ്റും നിങ്ങൾക്ക്. ഡബിൾ ഡെക്കർ ആയിട്ടുള്ള ബസ്സാണ്. മേലെ ഇരുന്നിട്ട് നമുക്ക് കാണാം. അതുപോലെ താഴെയും ഒരുപാട് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തുകൊണ്ട് നമ്മൾ മക്ക ബസ് കേട്ടോ ഫ്രീ ആണ്. നമുക്ക് എത്ര വേണേലും എങ്ങോട്ടേലും പോവാം, എങ്ങോട്ട് വേണേലും പോവാം. മക്കത്ത് എവിടേക്കും നമുക്ക് പോകാൻ പറ്റും. മിനിമം ചാർജ് 3 റിയാൽ 4 റിയാലൊക്കെയാണ് റേറ്റ് വരുന്നത്. ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ പെട്ടെന്ന് ഒരു ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് സിയാറത്തൊക്കെ പ്ലാൻ ചെയ്ത് മദീനത്ത് വരുന്ന ആളുകളാണെങ്കിൽ ഈ സംഭവമൊക്കെ യൂസ് ചെയ്യാം. ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് വാലി ടിക്കറ്റ് 24 അവേഴ്സ്. ഒരുപാട് ഫ്ലാഗുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ്റെ ഫ്ലാഗും ഉണ്ട്. സിറ്റി സൈറ്റ് സീയിങ് മദീന. മസ്ജിദുൽ ഖിബ്ലത്തൈനിൽ എത്തിയിട്ട് ഇവർ നേരെ തിരിച്ചു പോവാണ് കേട്ടോ. ഇനി അടുത്ത ബസ് വരുമ്പം ആ ഒരു ടിക്കറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് നേരെ തിരിച്ച് കയറാം. മദീന പള്ളിയുടെ ആ ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് നമ്മളെ ഡ്രോപ്പ് ഓഫ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ മസ്ജിദുൽ ഖിബ്ലത്തൈനിലെ കാഴ്ചകൾ. എന്തായാലും ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു മദീനയിൽ ഒരുപാട് പള്ളികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അതുപോലെ തന്നെ വരൾച്ച വന്ന സമയത്ത് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള, ആദ്യമായിട്ട് ജുമ നമസ്കരിച്ച്, അതുപോലെ മൂതരം കളഞ്ഞു പോയിട്ടുള്ള പള്ളി, നബി തങ്ങൾ മദീനയിൽ വന്ന സമയത്ത് ആദ്യം നിർമ്മിച്ചിട്ടുള്ള പള്ളി, ആദ്യം നമസ്കരിച്ച പള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പള്ളികൾ, ഒരുപാട് ചരിത്ര സ്ഥലങ്ങളുണ്ട്. എല്ലാം കാണേണ്ടതാണ് മദീന വരുമ്പോൾ. ഇൻഷാ അല്ലാഹ് ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്, ഇവിടെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് വീഡിയോസ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളെ പ്രിയപ്പെട്ടവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അവിടെ കാണാനും വരാനും ഒക്കെ ആഗ്രഹിക്കുന്ന. ഞാനിപ്പം നിൽക്കുന്നത് കണ്ടല്ലോ നിങ്ങൾ, എൻ്റെ ബാക്കിൽ കാണുന്നതാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 ഖിബിലയിലേക്ക് തിരിഞ്ഞ് അള്ളാഹുവിൻ്റെ വഴി പ്രകാരം നമസ്കരിച്ചിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഖിബ്ലത്തൈൻ എന്നുള്ള പേര് വരാൻ കാരണം. അപ്പോൾ എന്തായാലും ഈ ഒരു ഖിബ്ലത്തൈൻ പള്ളിക്ക് മുമ്പിൽ തന്നെ വെച്ചിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മളെ കൂടെ വന്ന് മലയാളീസൊക്കെ നമ്മളവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. കയ്യിൽ ഫുള്ള് പവർ ബാങ്കും അതും ഇതൊക്കെയാണ്. എന്തായാലും നിങ്ങളെ സപ്പോർട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഏത് റിസ്ക് എടുക്കാനും നമ്മൾ തയ്യാറാണ്. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.